ഗായ്സ് അങ്ങനെ നമ്മൾ നടന്ന് ഹിമാലയത്തിലെത്തിയിട്ടുണ്ട്. എടാ എന്നെയും ഒന്ന് ക്യാമറ കാണിക്കടാ. അങ്ങനെ വ്ളോഗ് ചെയ്യാൻ 1 വർഷം കൊണ്ട് നടന്ന് നമ്മൾ ഹിമാലയം എന്ന രാജ്യത്തെത്തിയിട്ടുണ്ട്. എടാ പൊട്ട, ഹിമാലയ എന്ന ഒരു രാജ്യമല്ലടാ, അതൊരു സ്റ്റേറ്റ് ആണ് കേട്ടാ, സ്റ്റേറ്റ്. 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകും. ഒരു കമന്റ് നോക്ക്, ചേട്ടാ അവിടെ തണുപ്പുണ്ടാന്ന്. ഇല്ലടാ, ഹിമാലയത്തിൽ ഭയങ്കര ചൂട്. എവരുടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നു? എടാ ഈ സമയമൊക്കെ ഞാൻ വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങേണ്ടതാണ്. ഇപ്പൊ നോക്ക്, കിടക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല. അല്ലേടാ തെണ്ടി ഉറങ്ങി. രാമ 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 രാമ. ഗായ്സ് അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പുറപ്പെടുകയാണ്. എങ്ങനെയാണെന്നറിയില്ല, വഴിയും അറിയില്ല. ഗൂഗിൾ മാപ്പ് വഴിയാണ് നോക്കുന്നത്. എനിക്ക് പിന്നെ ഗൂഗിൾ മാപ്പിനെ കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട് നോളജ് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഗായ്സ്, ഇവനൊരു വാഴയാണെന്ന്. എന്നാ നീ വാഴപ്പഴം. നുള്ളല്ലേ. ആകെ 30 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ഇവന്റെ ഷോ കണ്ട വിചാരിക്കും അവൻ ഫേമസ് ആണ്. ഇന്നത്തേക്ക് 4ാമത്തെ ദിവസമാണ്. മരുഭൂമിയിലെത്തി. എടാ ഒരു കമന്റ് നോക്ക്, ചേട്ടാ മരുഭൂമിയിൽ ചൂടുണ്ടാന്ന്. ഇല്ലടാ, മരുഭൂമിയിൽ ഭയങ്കര തണുപ്പ്. എവനടാ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നു? അടേ നീ മാപ്പിലെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് കൊടുത്തേ? നമ്മളെ സ്വന്തം നാടായ തവളപ്പാറ. അല്ല, നമ്മൾ വരുമ്പോഴോ നീ വഴിയൊന്നും കണ്ടില്ല. എടാ, ദിവസങ്ങൾ മാറും തോറും സ്ഥലങ്ങളും മാറും, അതറിഞ്ഞൂടെ? ഇന്നത്തേക്ക് 20ാം ദിവസം. ഇവിടെ ഹർത്താലാണെന്ന് തോന്നുന്നു, ആരും കാണാനില്ല. അളിയ എനിക്ക് വിശക്കുന്നിട, എന്തെങ്കിലും ഒന്ന് വാങ്ങിത്താടാ തിന്നാൻ. കുറച്ചങ്ങോട്ട് പോയി നോക്കാം. നല്ല വിശപ്പുണ്ട് ഡേ. സർ ഹലോ, വാട്ട് യു വാണ്ട് ടു ഈറ്റ് നൗ? തള്ളൻ മലയാളി. എങ്ങനെ മനസ്സിലായി ബ്രോ? ജപ ജപ ഇംഗ്ലീഷ് കേട്ടപ്പോഴേ മനസ്സിലായി. എന്താണ് കഴിക്കാൻ വേണ്ടത്? 2 കുറ്റി പൊട്ടുമതി. ഞാൻ മനസ്സിൽ വിചാരിച്ചത് തന്നെ നീ പറഞ്ഞല്ലോടാ. അതാണിടാ നൻപൻ. എടാ തേണ്ടി, ഇത്രയും നല്ല ലോഡ്ജ് ഉണ്ടായിട്ട് നീ മിനിഞ്ഞാൻ എന്നെ തണുപ്പത്തി കിടത്തിയില്ലടാ. ഹിമാലയത്തിൽ നിന്റെ ആരടാ ലോഡ്ജ് കൊണ്ട് വെച്ചിരിക്കണേ? അത് ശരിയാണല്ലോ. എന്നാലും നീ സബ്സ്ക്രൈബേഴ്സിനോട് എന്തിനടാ കള്ളം പറഞ്ഞേ? നമ്മള് വണ്ടിയിലല്ലേ ഹിമാലയത്തിൽ വന്നേ. നീ എന്തിനാ 1 വർഷം കൊണ്ടാണ് എത്തിയതെന്നൊക്കെ പറഞ്ഞ്, അതും നടന്ന്. എന്തടേ, അപ്പോ കിട്ടിയത് പറഞ്ഞ് സബ് കൂടിയ പോരെ? അതും ശരിയാണല്ലോ. ലോലു, ഡാ ലോലു, ലോലു. ആരടാ എന്നെ വിളിക്കണേ? ലോലു എണീക്കടാ. എന്തിനെ പറ്റിയാണ് ഞാൻ ഇത്രയും നേരം പഠിപ്പിച്ചോണ്ടിരുന്നത്? ഹിമാലയം.